നമ്മുടെ യോഗം തുടങ്ങാൻ കുറച്ച് വൈകിയെന്നറിയാം. കുറഞ്ഞ സമയം കൊണ്ട് സംസാരിച്ച് തീർക്കാവുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഇത്. ഞാൻ പറയുന്നത് നിയമപരമായിട്ടാണ്. 16 നിയമങ്ങളിലൂടെയാണ് ഇന്ത്യയിൽ പൗരത്വം തീരുമാനിക്കുന്നത്. ആ 16 നിയമങ്ങളിലൂടെ മുടിനാരിഴ കീറി വാദം നടത്തി വേണം CAA ശരിതെറ്റുകൾ തീരുമാനിക്കാം. ഈ വരുന്ന 22-ന് സുപ്രീം കോടതിയിൽ ആ കേസ് വാദത്തിന് വരികയാണ്. മുഖപുരയില്ലാതെയാണ് ഞാൻ തുടങ്ങിയത്. സമയക്കുറവ് പറഞ്ഞതുകൊണ്ടാണ്. വലിയ ബഹുമാന്യരായ വ്യക്തികളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിന് ശേഷം, ഈ ചർച്ചയ്ക്ക് ശേഷം ഒരു സംവാദമുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അറിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്നാൽ കഴിയുന്ന തരത്തിൽ പ്രതികരിക്കാനും ഞാൻ തയ്യാറാണ്. 2-3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഈ CAA സംബന്ധിച്ചും NRCയെ സംബന്ധിച്ചും NPRനെ സംബന്ധിച്ചും രാജ്യത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ചില സ്വാമിമാരുടെയൊക്കെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവരെല്ലാത്തിനെയും വേർതിരിച്ച് കാണും. CAA എന്ന ബില്ലിന്റെ അല്ലെങ്കിൽ ആക്ടിന്റെ, അമെൻമെന്റ് ആക്ടിന്റെ കുഴപ്പം എന്താണ്? അതെങ്ങനെയാണ് ഒരാളെ ബാധിക്കുന്നത്? അതൊരു പുണ്യകർമ്മമല്ലേ? ഏതോ തിയോക്രാറ്റിക് കൺട്രി, തിയോക്രാറ്റിക് എന്ന് പറഞ്ഞ മതപരമായി ഭരണമുള്ള രാജ്യത്ത്, അവിടെ മതത്തിന്റെ പേരിൽ പീഡിപ്പിച്ച ആളുകൾ ഭയന്നോടി ഇന്ത്യയിൽ വന്നപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിനെ നിങ്ങൾ എതിർക്കുന്നത് ശരിയാണോ? അതുപോലെ തന്നെ അടുത്ത ചോദ്യം, NRC നടപ്പായാൽ ഇന്ത്യയിൽ ജനിച്ച ആരെയെങ്കിലും ബാധിക്കുമോ? പിന്നെ നിങ്ങൾ എന്തിനു സമരം ചെയ്യുന്നു? മൂന്നാമത്, NPR എന്നത് ഒരു ഡാറ്റ കളക്ഷനാണ്. നിങ്ങളെ ആരെയും ബാധിക്കാത്ത ഒരു ഇന്നസെന്റ് ആയ ഒരു ആക്ഷനാണ്. ഇതെല്ലാം കണ്ടിട്ട് ആരൊക്കെയോ പേടിച്ച് വിരളി പൂണ്ട് നാട്ടിൽ ഓടി ബഹളം വയ്ക്കുന്നു. ഇത്തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഇത് മൂന്നും ചേരുന്നതാണ് അപകടം. എന്നാൽ ഇത് മൂന്നും അപകടവുമാണ്. ഒറ്റയ്ക്ക് നിന്നാലും അപകടം. ഇതാണ് സത്യം. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് 2019 സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിരിക്കുന്നതിന്റെ റീസൺ ഭരണഘടനയുടെ അടിസ്ഥാന തത്വത്തിലുള്ള ഒരു അറ്റാക്കാണ് എന്നതുകൊണ്ടാണ്. ഡിസ്ക്രിമിനേഷൻ ഉള്ളതുകൊണ്ടാണ്. ഈ നിയമത്തിലൂടെ ഈ രാജ്യത്തുള്ള അഭയാർത്ഥികളെ, മൈഗ്രൻസിനെ, കുടിയേറ്റക്കാരെ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. മൈഗ്രൻസ് എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ അതൊരു നാഷണൽ അഫെയർ അല്ല. മൈഗ്രൻസ് എന്ന വാക്ക്, അല്ലെങ്കിൽ കുടിയേറ്റക്കാരെന്ന വാക്ക് ഒരു നാഷണൽ അഫെയർ അല്ല. ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നമല്ല. മറ്റൊരു രാജ്യത്തു നിന്നും വേറൊരു രാജ്യത്തേക്ക് പലായനം ചെയ്തു വരുന്ന ആളുകളാണ് കുടിയേറ്റക്കാർ. അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റ് UN ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ ബോഡീസിലാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതും അത് സംബന്ധിച്ചിട്ടുള്ള ഡിക്ലറേഷൻസ്, പ്രോട്ടോകോൾസ്, കൺവെൻഷൻസ് ഇതെല്ലാം നടക്കും. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2014 ശേഷം ലോകത്ത് നടന്ന എല്ലാ കൺവെൻഷനിലും അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം രൂപയുടെ വേഷമൊക്കെ ഇട്ട് എല്ലാ സ്ഥലത്തും മാന്യമായി സമയത്തെത്തി എല്ലാ കൺവെൻഷനിലും ഒപ്പിടും. ആ സൈൻ ചെയ്യുന്നതിന്റെ എല്ലാ ഫോട്ടോസ് പിറ്റേന്ന് ലോകത്തെ എല്ലാ പത്രങ്ങളിലും വരും. ഇന്റർനാഷണൽ മീഡിയാസിലൊക്കെ വന്നു എന്ന് ഉറപ്പാക്കും. അങ്ങനെ ഇദ്ദേഹം 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം 2016 ന്യൂയോർക്കിൽ ഒരു കൺവെൻഷൻ, UN കൺവെൻഷൻ ഫോർ മൈഗ്രൻസ് ആൻഡ് റെഫ്യൂജീസ് അറ്റ് ന്യൂയോർക്ക്.
ആ കൺവെൻഷനിൽ അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ട്. 193 രാജ്യങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. ആ കൺവെൻഷനിൽ വെച്ച് കുടിയേറ്റക്കാരൻ ആരാണെന്നും അസൈലം സീക്കർ ആരാണെന്നും റെഫ്യൂജി ആരാണെന്നും തീരുമാനിച്ചു. കുടിയേറ്റക്കാരൻ എന്നാൽ മൈഗ്രന്റ് എന്ന വാക്കാണ്. ആ കൺവെൻഷനിൽ പറഞ്ഞു, ലോകത്ത് 244 മില്യൺ കുടിയേറ്റക്കാരുണ്ട്. ആ കുടിയേറ്റക്കാരിൽ 5 മില്യൺ ആളുകൾ അസൈലം സീക്കേഴ്സ് ആണ്. അതിൽ 65 മില്യൺ ആളുകൾ റെഫ്യൂജീസ് ആണ്. റെഫ്യൂജി എന്ന് പറഞ്ഞാൽ അഭയാർത്ഥി. എന്നിട്ട് ആരാണ് കുടിയേറ്റക്കാരെന്ന് ഡിഫൈൻ ചെയ്തു. UN ഡിക്ലറേഷൻ പറയുന്നു, കുടിയേറ്റക്കാരൻ എന്ന് പറഞ്ഞാൽ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി നല്ല സ്ഥലങ്ങളിൽ നല്ല ഉദ്യോഗം കിട്ടുന്നതിനും നല്ല തൊഴിൽ ലഭിക്കുന്നതിനും നല്ല ആദായവും വരുമാനവും ലഭിക്കുന്നതിനും വേണ്ടി ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന ആളുകളാണ് കുടിയേറ്റക്കാർ. ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ അത് ആരാന്ന് ഞാൻ പറയാം. ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലും നമുക്ക് അങ്ങനെ വരുന്ന ആളുകൾ, ബംഗ്ലാദേശിൽ നിന്നും കുടിയേറ്റി വന്ന ആളുകൾക്ക് കൂടുതലും അത് തന്നെയാണ്. അസൈലം സീക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അറിയപ്പെടുന്ന ഒരു അസൈലം സീക്കർ ഉണ്ട്, വിജയ് മല്യ. വിജയ് മല്യ ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിൽ പോയി പൊളിറ്റിക്കൽ പെർസിക്യൂഷൻ എനിക്കിവിടെ നടക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അത് പൊളിറ്റിക്കൽ പെർസിക്യൂഷൻ ഉണ്ടോ എന്ന് കോടതികൾ പരിശോധിക്കുന്നു. ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തെ റെഫ്യൂജി ആയിട്ട് ഡിക്ലെയർ ചെയ്യും. റെഫ്യൂജി എന്നാൽ അഭയാർത്ഥി. അഭയാർത്ഥികളെ 5 തരം അഭയാർത്ഥികളുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, UN ഡിക്ലറേഷൻ പറയുന്നതാണ്. 2016 ന്യൂയോർക്ക് ഡിക്ലറേഷൻ. 1, മതപരമായ പെർസിക്യൂഷൻ, റിലീജിയസ് പെർസിക്യൂഷൻ വരുന്ന അഭയാർത്ഥി. 2, രാഷ്ട്രീയമായ പീഡനം തന്ന ആളുകൾ, പൊളിറ്റിക്കൽ പെർസിക്യൂഷൻ. 3, ലിംഗ്വിസ്റ്റിക് പെർസിക്യൂഷൻ, അതായത് ഭാഷാപരമായ പീഡനമുള്ള ആളുകൾ. 4, യുദ്ധം കൊണ്ട് ഓടിച്ചോടി പോകേണ്ട ആളുകൾ. 5, നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട്, ഫ്ലഡ്, ഡ്രൗട്ട് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ട ആളുകൾ. ഇവരാണ് റെഫ്യൂജീസ്. ഈ റെഫ്യൂജീസിനെ നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാം. 5 തരത്തിലുള്ള റെഫ്യൂജി ആരൊക്കെയാന്ന് കണ്ടെത്താം. എന്നാൽ 5 തരം ആളുകളെയും നിങ്ങൾ ഒരുപോലെ കാണണമെന്നാണ് ഡിക്ലറേഷൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, കുടിയേറ്റക്കാരെ നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല, മൈഗ്രന്റിനെ നിങ്ങൾക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ആ ഡിക്ലറേഷനിൽ ഒപ്പിട്ട് വന്നിട്ട് 2016 ജൂലൈ മാസത്തില് ഈ ബില്ല് പാസ്സാക്കാൻ ഒരു ശ്രമം നടത്തി. ഈ ബില്ല് ഇങ്ങനെയാണ്: പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് 3 രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന 6 മതസ്ഥരായ ആളുകൾ, ഹിന്ദു, പാഴ്സി, സിഖ്, ജൈനൻ, ബുദ്ധിസ്റ്റ്, ക്രിസ്ത്യൻ, ഈ 6 മതത്തിൽപ്പെട്ട ആളുകൾ 31/12/2014 മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞു, അവരെ പാസ്പോർട്ട് എൻട്രി ഇൻടു ഇന്ത്യ ആക്ട് പ്രകാരമോ ഫോറിനേഴ്സ് ആക്ട് പ്രകാരമോ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് അനധികൃത കുടിയേറ്റക്കാരല്ല എന്നാണ് അമെൻഡ്മെന്റ്. ഇനി 3 രാജ്യങ്ങളെ അവർ സെലക്ട് ചെയ്തു. അതിൽ 2 രാജ്യങ്ങളെ നമുക്ക് എടുക്കാം, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. ഈ 2 രാജ്യങ്ങൾ 1947 ഓഗസ്റ്റ് മാസം 13 ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്ന 3 രാജ്യങ്ങൾ ഈ ഡേറ്റിൽ ഇന്ത്യ ആയിരുന്നു. ഇന്ത്യ വിഭജിക്കുമ്പോൾ ഒരു റാൻഡം ഓട്ടമാണ് നടന്നത്. കുറെ ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയി, കുറെ ആളുകൾ ബംഗ്ലാദേശിലേക്ക് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ടോടി അങ്ങോട്ടോടി. ആളുകൾ ഓരോ സ്ഥലത്ത് വന്ന് നിന്നു. എന്നിട്ടൊരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചു, 1948 ജൂലൈ മാസം 19. ഈ ഡേറ്റിനകത്ത് ഇന്ത്യയിൽ വന്ന ആളുകൾ ആരാണ്, ഇന്ത്യയിലുള്ള ആളുകൾ ആരാണ്, അവരൊക്കെ ഇന്ത്യൻ പൗരന്മാർ. ഈ ഡേറ്റിന് മുമ്പ് ഇന്ത്യയിൽ എത്താത്ത ആളുകൾ ഇന്ത്യൻ പൗരന്മാരല്ല. അതിനുശേഷം വീണ്ടും ഒരു ലിവറേജ് കൊടുത്തു. ഇന്ത്യൻ ഭരണഘടന വന്ന ഡേറ്റ് അത് 26/1/1950. ഈ ഡേറ്റിനകത്ത് വന്നാലും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരന്മാർ. ഇനി പറയുന്നത്, അതിനുശേഷം ആരെങ്കിലും ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യണം? അതാണ് ഇവിടുത്തെ പ്രശ്നം.
ആസാമിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം, അത് ഞാൻ പിന്നെ പറയാം. ഇന്ത്യയിൽ അതിനുശേഷം ഏതെങ്കിലും രാജ്യത്തുനിന്നും മൈഗ്രേറ്റ് ചെയ്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അവർ അധികൃത കുടിയേറ്റക്കാരനായിരിക്കണം. അനധികൃത കുടിയേറ്റക്കാരാകാൻ പാടില്ല. അധികൃതമായി, അതായത് പാസ്പോർട്ടോടുകൂടി, വിസയോടുകൂടി, ട്രാവൽ ഡോക്യുമെന്റോടുകൂടി ഇന്ത്യയിൽ വന്നാൽ പൗരത്വ നിയമത്തിന്റെ 5-ാം വകുപ്പ് പ്രകാരവും 6-ാം വകുപ്പ് പ്രകാരവും അവർക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കാം. അതായത് ഇപ്പോൾ ചെയ്തിരിക്കുന്ന നിയമം ഇതാണ്. 1950 ശേഷം ഇന്ത്യ പാകിസ്ഥാനുമായി പ്രധാനമായും 3 യുദ്ധങ്ങൾ നടത്തി. ഒന്ന് 65-ലെ യുദ്ധം, 2 71-ലെ യുദ്ധം, പിന്നെ നമുക്ക് കാർഗിൽ യുദ്ധത്തിനെ ഒരു യുദ്ധമായി കാണാം. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് പൊട്ടിച്ചൊന്നും യുദ്ധമല്ല, അതിനൊന്നും യുദ്ധമായിട്ട് കാണാനില്ല. ഈ 3 യുദ്ധങ്ങളിലും പാകിസ്ഥാനോടൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിലും അവരുടെ ജാതി തിരിച്ച് ഇന്ത്യൻ പൗരത്വം കൊടുക്കും. ജാതി ഈ പറഞ്ഞതാണെങ്കിൽ ഇന്ത്യൻ പൗരത്വം കിട്ടും. 1951-ൽ ഇന്ത്യയിൽ പ്രവേശിച്ച് 3 യുദ്ധങ്ങളിലും ഇന്ത്യക്ക് വേണ്ടി പങ്കെടുത്ത് പാകിസ്ഥാനെതിരെ പോരാടിയ മുസ്ലിമായ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടില്ല. കാരണം അവന്റെ റിലീജിയൻ. അങ്ങനെ കിട്ടാത്ത ആളുണ്ട് ആസാമിൽ, സനാവുള്ള. അദ്ദേഹം കാർഗിൽ യുദ്ധത്തിനും യുദ്ധം ചെയ്ത ആളാണ്, 71-ലും യുദ്ധം ചെയ്ത ആളാണ്. ആ ആൾക്ക് പൗരത്വമില്ല. ഇതാണ് ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ ആളുകളെ എന്താ വിവേചനം. വിവേചനം എന്ന വാക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. എനിക്ക് 5 മക്കളുണ്ട്. അതിലൊരാളെ ഞാൻ കൂടുതലായി സ്നേഹിച്ചാൽ ഒരിക്കൽ അവർ സഹിക്കും. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുടുംബത്തെ അന്തഃഛിദ്രം ഉണ്ടാകാൻ വേറൊന്നും വേണ്ട. ഒരു സ്കൂളിൽ നമ്മൾ പോകുന്നു, സ്കൂളിൽ ഒരു കലാപരമായ ഒരു മീറ്റ് നടക്കുന്നു. കഴിവുള്ള 10 കുട്ടികളുണ്ട്. അതിൽ 5 പേരെ ഒരു ക്രൈറ്റീരിയ ഇല്ലാതെ ആ കലാപരമായ ഈവന്റിന് തിരഞ്ഞെടുക്കുന്നു. അപ്പൊ 5 പേര് ചോദിക്കും, ഞങ്ങൾക്ക് എന്താ കുഴപ്പം? വിവേചനമാണ്. നമ്മളൊക്കെ പറയും, ഞാനൊരു സ്കൂളിന്റെ PTA പറഞ്ഞു, ഞാൻ പറയും ആ കലാപര ഈവന്റ് വേണ്ടാന്ന് വെച്ചേക്കാം. ആ ഈവന്റില് ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ, വിവേചനം നടത്തേണ്ടി വന്നാൽ ആ ഈവന്റ് വേണ്ട. കാരണം അതൊരു അന്തഃഛിദ്രം അവിടെ ഉണ്ടാക്കും. ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നടത്തുന്നതിന് ഒരു ഇന്റൻഷനുണ്ട്. ആ ഇന്റൻഷൻ ഈ രാജ്യത്ത് അന്തഃഛിദ്രം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. ഇതൊരു ഭരണഘടനാപരമായ പ്രശ്നമാണ്. ഈ ഭരണഘടനാപരമായ പ്രശ്നം ഭരണഘടനാപരമായി തെറ്റാണ് എന്ന് പറയാനാണ് നമ്മൾ കോടതിയിൽ പോയിരിക്കുന്നത്. അവർ ചോദിക്കുന്ന 2ാമത്തെ ചോദ്യത്തിന്റെ മറുപടി കൂടെ പറഞ്ഞിട്ട് നമുക്കിതിലേക്ക് തിരിച്ചു വരാം. 2ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ജനിച്ച ആർക്കെങ്കിലും NRC കൊണ്ട് തടസ്സമുണ്ടാകുമോ എന്നൊരു ചോദ്യം. ഇന്ത്യയിൽ ജനിച്ച ആൾക്ക് NRC തടസ്സമാകുമോ? ജനനം കൊണ്ട് ഒരാൾക്ക് പൗരത്വം കിട്ടുന്ന രീതി ഇങ്ങനെയാണ്. പൗരത്വ നിയമത്തിന്റെ 3-ാം വകുപ്പ് 1950 ജനുവരി മാസം 26-ാം തീയതി മുതൽ 1987 ജൂലൈ മാസം 1-ാം തീയതി വരെ ഇന്ത്യയിൽ ജനിച്ച ആർക്കും ഇന്ത്യയിൽ ജനിച്ചു എന്ന് തെളിയിച്ചാൽ പൗരത്വം കിട്ടും. 2 അമേരിക്കക്കാർ ഇന്ത്യയിൽ വന്ന് താമസിച്ചു, അവർക്കൊരു കുട്ടി ഇന്ത്യ വെച്ചുണ്ടായി, ഇന്ത്യയിലാ ജനിച്ചതെന്ന് പറഞ്ഞാൽ പൗരത്വം ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു എന്ത് തരത്തിലുള്ള ക്രിമിനൽ ഒഫൻസിൽ ഇന്ത്യയിൽ പിടിച്ചിട്ട് ഒരാളാണെങ്കിലും ശരി, അവർക്കൊരു കുട്ടി ജനിച്ചത് ജൂലൈ 1, 1987 മുമ്പും 1950 ജനുവരി 26 ഇടയ്ക്കാണെങ്കിൽ അവർക്ക് പൗരത്വം ലഭിക്കും. ഇവിടെ പ്രശ്നം അതല്ല. 1969 ഇന്ത്യയിലെ രജിസ്ട്രേഷൻ ഓഫ് ഡെത്ത് ആൻഡ് ബർത്ത് ആക്ട് എന്നൊരു നിയമം ഉണ്ടായി. നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ ഉള്ളവർക്കറിയാം, പഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ് അതിൻ്റെ രജിസ്ട്രാർ. അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട്. 1969 ശേഷം ഇന്ത്യയിൽ ജനിച്ച എല്ലാവരുടെയും പേര് ആ രജിസ്റ്ററിൽ എൻട്രി ചെയ്യണമെന്നാണ് വെപ്പ്. ആ ദിവസത്തിന് ശേഷം ഇന്ത്യയിൽ ജനിച്ച ആളുകൾ പഞ്ചായത്തിൽ അപേക്ഷ വെച്ചാൽ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ് വെപ്പ്. നമ്മുടെ സ്റ്റേറ്റിലൊക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്തത് 1985 ശേഷമാണെന്നാണ് കേൾക്കുന്നത്. പഞ്ചായത്തുകൾ രജിസ്റ്റർ തന്നെ പിന്നെ ഉണ്ടായത്. അപ്പോൾ 1969 ശേഷമേ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ ഇന്ത്യയിൽ സാധിക്കുള്ളൂ. ജനന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി 1960 ഇന്ത്യയിൽ ജനിച്ച ഒരു കൃഷ്ണൻ, ഒരു ജോസഫ്, ഒരു മുഹമ്മദ്, 3 പേരും ഇന്ത്യയിൽ ജനിച്ചു. ആ 3 പേരും സ്കൂളിൽ പോയിട്ടില്ല.
60 ജനിച്ചത്. അവർ 3 പേരും പങ്കുവെച്ചോടം ചെയ്തു, സുന്ദരമായി ജീവിച്ചു. അതിനുശേഷം ഇപ്പോൾ NRC വന്നു. NRC വരുമ്പോൾ അവിടുത്തെ ഓരോ വീട്ടിലെ മുതിർന്ന ആളോട് പറയും, നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, ആ ആളുകളുടെ ഡീറ്റെയിൽസ് തരിക, അവർക്ക് പൗരത്വം കിട്ടാൻ അർഹതയുണ്ട് എന്ന് കാണിക്കുന്ന രേഖകളും തരാൻ പറയും. വളരെ കോടിയലാണ്. എല്ലാവരും കൊണ്ട് കൊടുക്കും. കൃഷ്ണനും മുഹമ്മദും ജോസഫും കൊടുത്തു. റേഷൻ കാർഡ് കൊടുത്തു, വോട്ടേഴ്സ് ID കൊടുത്തു, ആധാർ കാർഡ് കൊടുത്തു, പാസ്പോർട്ടും കൊടുത്തു. പാസ്പോർട്ട് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാരണം കൃഷ്ണനൊക്കെ ഇവിടെ ബിസിനസ് ചെയ്യുന്നയാളാണ്. പാസ്പോർട്ടിനെ അങ്ങ് വിടും, മാറ്റി നിർത്തും. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും, ഇതൊന്നും ജനനം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അല്ല, ഇത് നിങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റാണ്. പക്ഷെ നിങ്ങൾ ജനിച്ചു എന്ന് തെളിയണമെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ ഇവിടെ പഠിച്ച സ്കൂളിൽ നിന്നുള്ള SSLC ബുക്ക് ഉണ്ടാവും, ആ ബുക്കിൽ നിങ്ങളുടെ ജനനത്തിൻ്റെ രേഖ ഉണ്ടാവും. അത് അക്സെപ്റ്റബിൾ ആണ്. ഇപ്പം ഞാനിത് ആസാമിൻ്റെ ആംഗിളിലാണ് പറയുന്നത്. ആസാമിൽ അക്സെപ്റ്റബിളായ ഡോക്യുമെൻ്റാണ്, മറ്റുള്ളതൊന്നും അക്സെപ്റ്റബിൾ അല്ല ആസാമിൽ. അപ്പോൾ 60 ജനിച്ച ആളെ NRC ബാധിക്കുന്നത് ഇങ്ങനെയാണ്. NPR എന്ന് പറയുന്നത് ഒരു ലിസ്റ്റിങ്ങാണ്, ഒരു ഡാറ്റ കളക്ഷൻ. ഇപ്പോൾ ഈ ഗ്രാമത്തിൽ NPR എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൽ കഴിഞ്ഞ 6 മാസമായി സ്ഥിരമായി ജീവിക്കുന്ന ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക. 1000 പേര് ഇവിടെ താമസിക്കുന്നു എന്ന് വെക്കുക. ഈ 1000 പേരുടെ ലിസ്റ്റ് NPRൻ്റെ രേഖയിൽ വരും. NPR തീർന്നാൽ ഉടനെ NRC ക്ഷണിക്കും. NRCയിൽ ഇവർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. NRCയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരോടും പറയും, നിങ്ങളുടെ രേഖകൾ കൊണ്ടുവരാൻ പറയും. എല്ലാ വീട്ടിലെയും മുതിർന്ന ആളോട് രേഖകൾ കൊണ്ടുവരാൻ പറയും. ആസാമിൽ ചെയ്തതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇന്ത്യയിലെ ആസാമിൽ മാത്രമേ നടന്നിട്ടുള്ളൂ, ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ പറയുന്നത്. അവർ കൊണ്ടുവന്ന് രേഖ കൊടുക്കുമ്പോൾ അവിടെ ഈ കൃഷ്ണനും മുഹമ്മദും ജോസഫുമുണ്ട്. രേഖ എത്തുമ്പോൾ ഇവരുടെ രേഖ അക്സെപ്റ്റബിൾ അല്ല. ഇവരിവിടെ ജീവിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഈ രേഖ ഇന്ത്യയിൽ ജനിച്ചതുമാണ്, 60 ജനിച്ചത്. ഈ രേഖ അക്സെപ്റ്റബിൾ അല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇപ്പോൾ 950 പേരുടെ രേഖ കിട്ടി ഈ സ്ഥലത്ത്. ഉടനെ NPRൻ്റെ ലിസ്റ്റ് എടുക്കും അവർ. NRCയുടെ 950 പേരുടെ പേരും എടുക്കും. NPRൻ്റെ ലിസ്റ്റിൽ നോട്ട് ചെയ്യും. ഈ 950 ആരാണെന്ന് നോക്കും. ബാക്കി 50 പേരുണ്ടല്ലോ, അത് ആരാണെന്ന് NPRൽ 1000, ഇവിടെ 900, 50 പേരെ കണ്ടെത്തി ഒരു നോട്ടീസ് കൊടുക്കും. നിങ്ങളുടെ രേഖകൾ അക്സെപ്റ്റബിൾ അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖയുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം. ഈ 3 ആളുകൾ വേറൊന്നുമില്ലല്ലോ, അതേ രേഖ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അയ്യോ, അത് നിയമപ്രകാരം അക്സെപ്റ്റബിൾ അല്ല, അതുകൊണ്ട് റിജക്റ്റ് ചെയ്യുന്നു. റിജക്റ്റ് ചെയ്താൽ പറയുന്ന മറുപടി ഇതാണ്, നിങ്ങളൊരു ഫോറിനറായി ഡിക്ലെയർ ചെയ്യുന്നു. നിങ്ങൾ പേടിക്കണ്ട, ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ അപ്പീൽ കൊടുത്തുള്ളൂ എന്ന് പറയും. ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ അപ്പീൽ കൊടുത്താൽ അപ്പീലിൽ പരിഗണിക്കുന്നത് ഇത് തന്നെയാണ്. രേഖകൾ ഗൈഡ് ലൈൻസ് പ്രകാരം അക്സെപ്റ്റബിളായ രേഖയുണ്ടോ, ഇല്ലെങ്കിൽ അവിടെയും തള്ളുക. നിയമമല്ലേ നോക്കാൻ പറ്റുള്ളൂ. ഓരോ ട്രൈബ്യൂണലായാലും ഹൈക്കോടതിയായാലും സുപ്രീം കോടതി, രാജ്യത്തെ നിയമമല്ലേ നോക്കാൻ പറ്റുള്ളൂ. ജനിച്ച് വീണ ആളുകളെ, ആ 50 ആളുകളെ ഡിറ്റൻഷൻ സെൻറ്ററിൽ അയച്ചേ മതിയാവും. കാരണം അവർ ഇന്ത്യൻ സിറ്റിസണാണ്, ഇന്ത്യ ജനിച്ചത്. അവരെ ഡീപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റില്ല, അവന് തിരിച്ചു പോകാനൊരു രാജ്യമില്ല. അവൻ്റെ കാല് നിലത്തുനിന്ന് പൊങ്ങുക. ഇതെന്താ സംഭവിക്കുന്നതിൻ്റെ കാരണം, 1950 ജനുവരി 26 ശേഷം ജനിച്ചവരുടെ മുഴുവൻ ലിസ്റ്റ് അന്നേ ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നുവെങ്കിൽ, ആ രജിസ്റ്റർ എൻട്രി ചെയ്ത് പോകുകയായിരുന്നുവെങ്കിൽ ബുദ്ധിമുട്ടില്ല. ഇതൊരു 70 വർഷത്തെ ലാഗിങ് ആണ്. ഇപ്പോൾ ഫിൻലൻഡിലുണ്ട്, സ്വീഡനിലുണ്ടെന്നൊക്കെ പറഞ്ഞാൽ 10 ലക്ഷവും 15 ലക്ഷവും മാത്രം പോപ്പുലേഷനുള്ളൊരു സ്ഥലമാണിത്. അവിടെ കറക്റ്റായിട്ട് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്ത സ്ഥലമാണ്. ഇന്ത്യ അതല്ല. അടുത്ത സെൻസസ് വരുമ്പോൾ 150 കോടി ജനമുള്ള സ്ഥലം, 10 കോടിയോളം മൈഗ്രൻസ് ഉണ്ടെന്ന് പറയുന്ന സ്ഥലം. ഈ രാജ്യത്ത് ഈ ലാഗിങ്ങിൽ നിന്നുകൊണ്ട് NRC ഉണ്ടാക്കിയാൽ ജനിച്ചവനെയും ബാധിക്കും, ഡിസെൻ്റ് ഉള്ളവനെയും ബാധിക്കും, മൈഗ്രൻറ്റിനെയും ബാധിക്കും, എല്ലാവരെയും ബാധിക്കും. പാകിസ്ഥാനിൽ ചെയ്തല്ലോ എന്ന് പറയും. പാകിസ്ഥാനിൽ NRC കഴിഞ്ഞ് അവിടെ ലിസ്റ്റുണ്ട്. പാകിസ്ഥാൻ ഒരു രാജ്യമാണ്. പാകിസ്ഥാനിൽ പലരെയും പുറത്താക്കിയിട്ടുണ്ട്, അകത്താക്കിയിട്ടുണ്ട്. ഇന്ത്യ അതാണോ? ഇന്ത്യ അവകാശങ്ങളുള്ള, എല്ലാവിധ തത്വസംഹിതകളുമുള്ള, സെക്കുലറിസമുള്ള, എല്ലാ പ്രൊട്ടക്ഷനുള്ള, ഹ്യൂമൻ റൈറ്റ്സ് ഉള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്ത് അനാർക്കിസം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് NRC ആരെയും ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ തെറ്റ്. പിന്നെ NPRും NRCയുമായിട്ടുള്ള ബന്ധം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ എന്താണ്, എന്തിനാ NPR കൊണ്ടുവരുന്നതും എന്തിനാ NRC കൊണ്ടുവരുന്നത് മനസ്സിലായി.
ഇനി അവർ പറഞ്ഞ് ബന്ധമില്ല എന്ന് പറഞ്ഞ സാധനം എന്താണെന്നറിയോ? ഈ NRC NPR ഒക്കെ ഉണ്ടാക്കുന്നൊരു നിയമമുണ്ട്. 1955 പൗരത്വ നിയമത്തിൻ്റെ സെക്ഷൻ 18 പ്രകാരം 2003 വാജ്പേയി ഗവൺമെൻറ് ഒരു റൂൾ കൊണ്ടുവന്നു. അതിൻ്റെ റൂളിൻ്റെ പേര് സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺസ് ആൻഡ് ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് റൂൾസ് 2003. ആ റൂളിൻ്റെ റൂൾ 3 അതിൻ്റെ ഹെഡിങ് ഇതാണ്: നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ്. അതിന് 5 സബ് റൂളുണ്ട്. 3-ന് 5 സബ് റൂളുണ്ട്. ആദ്യത്തെ സബ് റൂൾ തന്നെ പറയുന്നത് ഇന്ത്യക്കൊരു രജിസ്റ്റർ ഉണ്ടാകണം. രണ്ടാമത്തെ സബ് റൂൾ പറയുന്നത് രജിസ്റ്റർ ലോക്കൽ ലെവലിലും ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിലും നാഷണൽ തലത്തിലും ഉണ്ടാകണം. മൂന്നാമത്തെ സബ് റൂൾ പറയുന്നത് അതിൽ ഇന്നയിടത്ത് ഓഫീസർമാരെ അപ്പോയിൻറ്റ് ചെയ്യണം. 4ാമത്തെ സബ് റൂൾ രാജ്യത്ത് ഒരു പോപ്പുലേഷൻ രജിസ്റ്റർ ഉണ്ടാകണം. 5ാമത്തെ സബ് റൂള് പോപ്പുലേഷൻ രജിസ്റ്ററിലെ കണക്കുകളുമായി ഒത്തുനോക്കണം. ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറയുന്നത്. ഇതൊരു ഫാസിസ്റ്റ് സ്വഭാവമാണ്. ഈ നിയമം ഉണ്ടെന്നവർക്കറിയാം, നിയമം ഇല്ലെന്ന് അവർ പറയുക. ഇനി ഞാൻ ആ മൈഗ്രൻറ്റിൻ്റെ ക്വസ്റ്റിലേക്ക് ഞാൻ വരാം. ഞാൻ ആസാമിൽ വിസിറ്റ് ചെയ്തതാണ്. ആസാമിൽ ഈ ആളുകൾ വന്നത് എങ്ങനെയാണെന്നറിയോ? ആസാമിലേക്ക് ഒരുപാട് ആളുകൾ ബംഗ്ലാദേശിൽ നിന്ന് വന്നതിൻ്റെ കാരണം, ആസാമിൽ 1966 മുതൽ 1971 മുതൽ ബംഗ്ലാദേശ് യുദ്ധങ്ങളുണ്ട്. 2 യുദ്ധം, ഇൻഡോ പാക് യുദ്ധമുണ്ട്. യുദ്ധസമയത്ത് യുദ്ധം വന്നു കഴിഞ്ഞാൽ ആളുകൾ പലായനം ചെയ്തു. ഏത് യുദ്ധത്തിനും, ഇപ്പോൾ സിറിയയിലൊക്കെ കാണുന്നില്ല, യുദ്ധത്തിന് പലായനം നടക്കും. യുദ്ധം മുസ്ലിമും ഹിന്ദുവും തമ്മിലുള്ള യുദ്ധമൊന്നുമല്ല, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ്. അതിനപ്പുറം ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധമാണ്. ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ ഉള്ള യുദ്ധം തന്നെയാണ്. ഒരു രാജ്യം വേറൊരു രാജ്യമായിട്ട് നിൽക്കുന്നു, ഒരു രാജ്യം അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനകത്ത് ജാതിയും മതവും ഒന്നുമില്ല. യുദ്ധത്തിൻ്റെ മിസൈൽ വീഴുമ്പോഴോ ബോംബ് വീഴുമ്പോഴോ ഒന്നും ജാതിയൊന്നുമില്ല. ഒരു നാട്ടിൽ എവിടെയാണോ യുദ്ധത്തിൻ്റെ കലാമിറ്റി ഉണ്ടോയെന്ന് അവിടെ ഉള്ളവരെല്ലാം ഓടി അങ്ങ് രക്ഷപ്പെടും. ജാതിയും മതവും നോക്കാതെ അവർ രക്ഷപ്പെട്ടു. അങ്ങനെ ആസാമിലേക്ക് അവർ വന്നപ്പോൾ ആസാമിൽ ഒരുമാതിരി നമ്മുടെ കേരളത്തെക്കാർ ജീവിക്കുന്നത് പോലെ മാന്യമായി ജീവിക്കുന്ന ആളുകളാണ് ആസാമിൻ്റെ ഇൻഡിജിനസ് ആളുകൾ, അവിടുത്തെ ലോക്കൽ ആളുകൾ. അവരോരോ ഗ്രാമങ്ങളിൽ ഇങ്ങനെ ജീവിക്കുക. ഗോഹത്തിക്കടുത്തൊരു ഗ്രാമത്തിൽ ഞാൻ പോയപ്പോൾ അവിടെ ഒരു ഗ്രാമത്തിൽ 25,000 പേരുണ്ടെന്ന് വെക്കുക. യുദ്ധസമയത്ത് ആ ഗ്രാമത്തിലേക്കൊരു 15,000 പേര് വന്നങ്ങ് താമസിക്കുക, അങ്ങ് തമ്പടിക്കുക. വേക്കൻ്റായ സ്ഥലത്തെല്ലാം അവർ ടെൻറ്റ് കെട്ടി അവരങ്ങ് താമസം തുടങ്ങുക. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് പതുക്കെ അൺട്രസ്റ്റായി, ഒരു ഇതുമില്ല. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു, ബംഗ്ലാദേശ് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്, നമ്മുടെ ഒരു അലൈ കൺട്രിയാണ്, നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, നമുക്ക് ബംഗ്ലാദേശായിട്ട് സംസാരിച്ച് തീർക്കാം എന്ന് പറഞ്ഞ് ഇവരവിടെ ഒന്ന് താമസിക്കുന്നതിനെ അംഗീകരിച്ചു ഇന്ത്യ ഗവൺമെൻറ്. പക്ഷേ അവിടെ ആൾ പ്രക്ഷോഭം നടത്തി. ഈ പ്രക്ഷോഭം നടത്തിയപ്പോൾ 1985 ഈ പ്രക്ഷോഭം എല്ലാം നടന്നു. മുന്നേ പ്രക്ഷോഭം നമുക്കറിയാം, ആസു എന്ന് പറഞ്ഞ് സ്റ്റുഡൻസ് യൂണിയനും AGP ഒക്കെ പ്രക്ഷോഭം നടത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈ സംഘടനകളിലും ചേർന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആസാമിലേക്ക് ഒരുപാട് ആളുകൾ ഏതായാലും വന്നു. 1 കോടി ആളുകളൊക്കെ, ആകെ 3.25 കോടിയേ അവിടെ പോപ്പുലേഷനുള്ളൂ. അതിൽ 1 കോടി ആളുകൾ മൈഗ്രൻസാണ്, ഇങ്ങനെ വന്ന ആളുകളാണ്. എഗ്രിമെൻ്റ് വെച്ചു. നമുക്ക് 1971 മാർച്ച് മാസം 24-ാം തീയതി ഒരു കട്ട് ഓഫ് ഡേറ്റ് വെക്കാം, യുദ്ധത്തിൻ്റെ ഒരു സമയ പീരീഡ് തരുന്ന. അതുവരെ വന്നവരെ നമുക്ക് ഇന്ത്യൻ പൗരന്മാരാക്കാം, അതിനുശേഷം വന്നവരെ നമുക്ക് പറഞ്ഞു വിട്ടേക്കാം, അല്ലെങ്കിൽ ഡിറ്റൻഷൻ സെൻറ്റർ ഉണ്ടാക്കാം. ഇന്ദിരാഗാന്ധി അത് സംസാരിച്ചു. അവസാനം ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം രാജീവ് ഗാന്ധി ആസാം അക്കോർഡ് എന്നൊരു സിഗ്നേച്ചർ ഇട്ടു. അങ്ങനെ ആസാമിൽ അങ്ങനെ ഒരു സിഗ്നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായി. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആസാമിന് മാത്രമായി ഒരു നിയമം, പൗരത്വ നിയമത്തിൽ ഒരു സെക്ഷൻ ആഡ് ചെയ്തു, സെക്ഷൻ 6A. ആസാമിൻ്റെ പൗരത്വവും നമ്മുടെ പൗരത്വവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ആസാം കുറച്ചുകൂടി എളുപ്പമാണ്. ആസാമിൽ എങ്ങനെയാണ് നോക്കിയെന്നറിയാമോ? ആസാമിൽ പൗരത്വം നോക്കിയപ്പോൾ ബർത്തിൻ്റെ കിട്ടാൻ ഒരു വഴിയില്ല. ഈ പറഞ്ഞ പ്രശ്നമുണ്ട്, ജനന സർട്ടിഫിക്കറ്റ് കിട്ടാൻ വഴിയില്ല. അപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് ഇത് നടത്തുന്നത്. സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങളൊരു ക്രൈറ്റീരിയ കൊണ്ടുപോവാ, അത് വെച്ചിട്ട് നമുക്ക് പൗരത്വം നടത്താം. അപ്പോൾ അന്ന് ഹജേല എന്ന് പറഞ്ഞൊരു ഓഫീസറാണ് ഇത് നടത്തുന്നത്. ഹജേല ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നു. 1971 മാർച്ച് മാസം 23-ാം തീയതിക്ക് മുമ്പ് ആസാമിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഇന്ത്യൻ പൗരന്മാർ. അവരെവിടെ ജനിച്ചു എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. അതായത് 1971 മാർച്ച് മാസം 23 കട്ട് ഓഫായി 22-ാം തീയതി ഒരാൾ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുകയോ ഒരാളെ കൊല്ലുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അയാൾക്കെതിരെ ഒരു FIR ഇടുമല്ലോ, ക്രൈം എടുക്കുമല്ലോ. ആ കൊന്നയാൾ കൊന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഇന്ത്യൻ പൗരനാകാം. കാരണം അവൻ ഇന്ത്യയിലുണ്ടെന്നുള്ള രേഖയാണ്. ആ FIR-ൻ്റെ കോപ്പി കാണിച്ചാൽ മതി അവൻ ഇന്ത്യയിലുണ്ടെന്ന് തെളിയിക്കാൻ.
ഇതൊന്നും ചെയ്യാത്തൊരു പാവപ്പെട്ടവനാണെങ്കിൽ അവൻ ഇന്ത്യൻ പൗരനാകാനുള്ള രേഖയില്ല. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് കാണിക്കാൻ, തെളിയിക്കാനുള്ള, അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നു ആധാരം കാണിച്ചാൽ മതി എന്ന് പറയുന്നല്ലോ, നമ്മുടെ വസ്തുവിൻ്റെ ആധാരം അല്ലെ അങ്ങനത്തെ ഐഡൻറ്റിറ്റി എന്തെങ്കിലും കാണിച്ചാൽ മതി എന്ന് പറയുന്നല്ലോ. അതൊന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. അങ്ങനെ നമ്മൾ കാണിക്കണ 50 പോകണം. ആസാംകാർക്ക് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടാക്കിയത് കൊണ്ടാണ് അവരുടെ ആധാരത്തിന് വില 1970 1960 ഏതെങ്കിലും വസ്തുവിൻ്റെ ആധാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആധാരത്തിൻ്റെ കോപ്പി കാണിച്ചാലും മതി ആസാമിൽ. അങ്ങനെ 14 ഡോക്യുമെൻ്റ് ആസാമിൽ പറഞ്ഞു. അത് 71 കട്ട് ഓഫിലാണ്. നമുക്കങ്ങനെ പറഞ്ഞാൽ നമ്മൾ 50 പോകണം. അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ലിവറേജ് ഒന്നും നമുക്ക് കിട്ടില്ല. അവിടെ 19.6 19.06 ലാക്സ് ആണ് പുറത്തു പോയിരിക്കുന്നത്. അത് 1971 കട്ട് ഓഫ് ആയതുകൊണ്ടാണ്. അത് 51 ആക്കിയാൽ അവിടെ പോകും, 1 കോടി പുറത്തു പോകും. കാരണം ഈ സർട്ടിഫിക്കറ്റുകളില്ല. അപ്പം ഈ ബുദ്ധിമുട്ടുകളെ ഓവർകം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് മുൻ ഗവൺമെൻറ്റുകളൊന്നും ഇത് ചെയ്യാത്തത്. ഇത്രയും ഒരു വലിയ രാജ്യത്ത്, ഒരു വൈവിധ്യതയുള്ളൊരു രാജ്യത്ത് അത് പ്രാക്ടിക്കലല്ല. ഇവരിപ്പോൾ RSSൻ്റെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് അജണ്ട കൊടുക്കും. ആ അജണ്ട അവരുടെ ഇതിനകത്ത് എഴുതി വെച്ചിട്ട്, പ്രകടന പത്രികയിൽ എഴുതി വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവർ ടൈം അങ്ങോട്ട് സ്റ്റിപ്പുലേറ്റ് ചെയ്യും. അത് ചെയ്യും, ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെയ്യാണ്. ഓരോന്നോരോന്ന് ഇപ്പോൾ വരും, അടുത്ത് വരും, യൂണിഫോം സിവിൽ കോഡ് വരും, അത് എല്ലാം വന്നുകൊണ്ടിരിക്കും. അവരുടെ അജണ്ട അവർ സെറ്റ് ചെയ്ത് വിട്ടിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ നടപ്പാക്കുക, അതിൻ്റെ പ്രാക്ടിക്കബിലിറ്റി ഒന്നും അവർക്ക് പ്രശ്നമില്ല. എന്നിട്ടൊരു പ്രഖ്യാപനമാണ്, ഇന്ത്യയിലെ ഹിന്ദുക്കളാരും പേടിക്കണ്ട, എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ കൃഷ്ണൻ കുടുങ്ങും. കൃഷ്ണൻ അറിയില്ല. കൃഷ്ണൻ വിചാരിച്ചിരിക്കുന്നത് ഈ അമൻമെൻറ്റോട് കൂടി ഞാൻ രക്ഷപ്പെട്ടു എന്നാ, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് എന്നെ രക്ഷപ്പെടുത്തു എന്നാ. കൃഷ്ണനും കുടുങ്ങും, ജോസഫും കുടുങ്ങും. പക്ഷേ ഈ അമൻമെൻറ്റിൻ്റെ മറവിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന പുകമുറയാണത്. ഈ അമൻമെൻറ്റിൻ്റെ മറവിൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടില്ല. അത് ബംഗ്ലാദേശിൽ നിന്ന് വന്നവനെ കിട്ടൂ. അവൻ 2-3 കാര്യം തെളിയിക്കണം. ഒന്ന്, ബംഗ്ലാദേശിൽ നിന്ന് വന്നു എന്ന് തെളിയിക്കണം, അല്ലെ പാകിസ്ഥാനിൽ നിന്ന് വന്നു എന്ന് തെളിയിക്കണം, അല്ലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നു എന്ന് തെളിയിക്കണം. അതിനൊരു രേഖ വേണം. 2, 31/12/2014 ഇവിടെ മുമ്പ് ഇവിടെ വന്നു എന്ന് തെളിയിക്കണം. 3, അവനെ റിലീജിയസ് പ്രോസിക്യൂഷൻ നടന്നു എന്ന് അവൻ തെളിയിക്കണം. അതിനിപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് ഒരു ഒരു അഫിഡവിറ്റ് ഒക്കെ മേടിച്ചിട്ട് അങ്ങ് ചെയ്യും. ഇതെല്ലാം ഒന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഒന്നും തെളിയണ്ടേ? ഇന്ത്യയിൽ ജനിച്ചവൻ എങ്ങനെ ബംഗ്ലാദേശിൽ നിന്ന് ഒന്നും തെളിയിക്കുന്നത്? അപ്പോൾ ഇന്ത്യയിൽ ജനിച്ച ആൾക്ക് NRCയെ എതിർത്തേ മതിയാവൂ. കാരണം അത് പ്രാക്ടിക്കബിൾ അല്ല, അത് നടപ്പിലാക്കാവുന്നതല്ല എന്ന് മുൻ ഗവൺമെൻറ്റുകൾക്ക് മനസ്സിലായി. ചിദംബരത്തിന് മനസ്സിലായി. കോൺഗ്രസ് ശ്രമിച്ചു നോക്കിയതാ. 85 രാജീവ് ഗാന്ധി ശ്രമിച്ചു നോക്കിയതാ. അപ്പോൾ ചെയ്യാഞ്ഞതിൻ്റെ കാരണം ഇത് പ്രാക്ടിക്കലല്ല. ഈ പ്രാക്ടിക്കലല്ലാത്ത സാധനം നമ്മുടെ മേലെ അടിച്ചേക്ക് ഇയാളുടെ ഒരു വാശിയാണ്, ഒരു ഹുങ്കാണ്. അല്ലെങ്കിൽ RSSകാർ ചെയ്യാൻ പറഞ്ഞു, ചെയ്യാതെ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാം. അപ്പം ഇത് തെറ്റാണെന്നറിയാം. എന്തുകൊണ്ട് അവർ ഗൈഡ് ലൈൻസ് കൊടുക്കും? സുപ്രീം കോടതിയിൽ ഞങ്ങൾ കേസുമായി പോകുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള റൂൾസ് കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ ഒരു സ്റ്റാറ്റ്യൂട്ട്, ഒരു നിയമത്തിനെ നമ്മൾ ചലഞ്ച് ചെയ്താൽ കോടതി പറയും നിയമം സ്റ്റേ ചെയ്യാൻ പറ്റില്ല, നിയമം നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ഞങ്ങൾ നിയമം നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്യാനാണ് കപിൽ സിബൽ വാദിച്ചത്. അപ്പോൾ ഇവർ വന്ന് പറഞ്ഞു അത് നിയമം നടപ്പാക്കാനുള്ള റൂള് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, അത് ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. അവർ പറഞ്ഞത് പ്രിമച്വറായി, ഇപ്പം നമ്മൾ നിയമം നടപ്പാക്കാൻ പറ്റില്ലല്ലോ, പിന്നെ സ്റ്റേ വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് 22-ാം തീയതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ നടപ്പാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നടപ്പാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം ഈ ഭരണഘടനാപരമായ പ്രശ്നത്തെ ഭരണഘടനാപരമായി നേരിടുന്ന, അല്ലെങ്കിൽ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകളെ നിയമവിരുദ്ധമായി അവരുടെ എല്ലാ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെയും വയലേറ്റ് ചെയ്തുകൊണ്ട് അടിച്ചമർത്തുന്ന ഒരു പണി ഇപ്പം നടക്കുന്നത് UP-യിലാണ്. UP-യിലെ കിരാത പണിയാണ് നടക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവരിപ്പോൾ ന്യായീകരണം പറയുന്നല്ലോ, അവിടുത്തെ പാവങ്ങളെയാണ് പെർസിക്യൂട്ട് ചെയ്ത, മൈനോറിറ്റിയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് നിയമം ഉണ്ടാക്കുന്നത് പറയുന്നില്ലേ. 2016 ജൂലൈ മാസത്തിലാണ് ആദ്യം ഈ നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നത്. അന്ന് പാസ്സായില്ല, രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല. എന്നാൽ 2016 ഡിസംബർ മാസം 23-ാം തീയതി കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവ് ഇങ്ങനെയാണ്: ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന 6 മതത്തിലുള്ള ആളുകൾക്ക് മുഴുവൻ ഇന്ത്യൻ പൗരത്വം കൊടുക്കാം. അവർക്ക് പ്രോസിക്യൂഷൻ വേണ്ട, അവരെ പീഡിപ്പിക്കണ്ട,
പക്ഷേ അത് ആപ്ലിക്കബിൾ ആകുന്നത് 7 സ്റ്റേറ്റുകളിലാണ്. ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഡൽഹി, UP, രാജസ്ഥാൻ. ഈ 7 സ്റ്റേറ്റുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ 7 സ്റ്റേറ്റുകൾ വന്ന് BJP ഭരിച്ചിരുന്നത്. ആ സ്റ്റേറ്റുകളിൽ അവരെ മതപരമായ പീഡനം എന്നുള്ള വാക്കുപോലും ചേർക്കാതെ ജാതി മാത്രം പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അറിഞ്ഞില്ല, ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ. ആ ഉത്തരവ് തന്നെ നിയമവിരുദ്ധമാണ്. ആ സ്റ്റേറ്റ് അത് നടപ്പാക്കാൻ പാടില്ലായിരുന്നു. ആ സ്റ്റേറ്റ് നടപ്പാക്കുന്ന യോഗിയെ പോലുള്ള ആളുകൾ ഇത്തരം ഉത്തരവുകൾ നടപ്പാക്കി എല്ലാ നിയമവിരുദ്ധതയും ചെയ്തു കഴിഞ്ഞു. അത് മറ്റ് സ്റ്റേറ്റിൽ നടപ്പാവില്ലല്ലോ, അവരുടെ സ്റ്റേറ്റിലല്ലേ നടപ്പാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ ഉത്തരവുമായിട്ട് വന്നാൽ ഉത്തരവ് ചലഞ്ച് ചെയ്യും എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ അമെൻമെൻറ്റുമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഈ അമെൻമെൻറ്റ് തന്നെ നിയമവിരുദ്ധമാണ്. അമെൻമെൻറ്റിന് ശേഷമുള്ള നടപ്പാക്കൽ നിയമവിരുദ്ധമാണ്. നമുക്ക് ഭീതിയോട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു മുസ്ലിം ഇഷ്യൂ അല്ല, എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ക്രിസ്ത്യൻ എന്ന വാക്ക് എഴുതി ചേർക്കുമ്പോൾ ക്രിസ്ത്യാനി ചിന്തിക്കും, എന്നെ ബാധിക്കില്ലല്ലോ, എന്നെ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ ക്രിസ്ത്യാനിയെ ബാധിക്കും. ഇതിൻ്റെ യഥാർത്ഥ്യം എന്താണെന്നറിയോ? ഇപ്പോൾ അവർ ടാർഗറ്റ് ചെയ്യാണ്, ഒരു കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യാണ്. ആ കമ്മ്യൂണിറ്റിയുടെ ടാർഗറ്റ് കഴിയുമ്പോൾ അടുത്തതിലേക്ക് വരും. ഇതൊരു ബ്രാഹ്മണിക് ഭരണത്തിലേക്കുള്ള നീക്കമാണ്. അത് ഇവിടുത്തെ എല്ലാ ഹിന്ദു സമൂഹത്തിലെ ബ്രാഹ്മണരല്ലാത്തവരെല്ലാം ബാധിക്കും. അതായത് ഒരു ബ്രാഹ്മണിക് കൾച്ചർ എന്ന് പറയുന്നത് അവർ അമ്പലത്തിൽ പൂജാരികളായി നിൽക്കുന്ന ആളുകൾ. ആ പൂജാരിയായിട്ട് ഇപ്പം അധകൃതൻ പൂജാരിയായിട്ടുണ്ട്, ഇവിടുത്തെ ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ആളുകൾ പൂജാരിമാരായിട്ടുണ്ട്, ഉള്ള കാലമാണ്. അതെല്ലാം അങ്ങ് നിൽക്കും. അവിടെ വാര്യരുടെ ജോലി, അമ്പലത്തിൽ പൂജാരിയായ ബ്രാഹ്മണൻ പൂജ നടത്തുമ്പോൾ അത് വൃത്തിയാക്കുന്ന ജോലി മാത്രം വാര്യരിലേക്ക് തിരിച്ചുവിടും. മുമ്പ് അങ്ങനെ ആയിരുന്നു, ഇന്നങ്ങനെയല്ല. അങ്ങനെ എല്ലാം അവർ തിരിച്ച് അതിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മൾ ഒച്ച വെക്കുമ്പോൾ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മാത്രം പേര് പറഞ്ഞതുകൊണ്ടാണ് മുസ്ലിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. സത്യത്തിൽ ഇത് മുസ്ലിം ഇഷ്യൂ അല്ല, ഇത് ഭരണഘടനാപരമായ ഇഷ്യൂ ആണ്. ഈ ഇഷ്യൂവിനെ നമ്മൾ ചെറുത്ത് തോൽപ്പിച്ചേ മതിയാവൂ. നിയമപരമായ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ, ഒരു സ്ട്രോങ് സെൻറ്റർ ഉണ്ടായാൽ വീക്ക് ജുഡീഷ്യറി ആയിരിക്കും. സ്ട്രോങ് സെൻറ്റർ ഉണ്ടായാൽ വീക്ക് ജുഡീഷ്യറി ആയിരിക്കും. ഇന്ന് തുടങ്ങിയതല്ല, 1970കളിലും അങ്ങനെയായിരുന്നു, പല കാലഘട്ടങ്ങളിലും അങ്ങനെയായിരുന്നു, പല രാജ്യങ്ങളിലും അങ്ങനെയായിരുന്നു. നമ്മൾ നമ്മുടെ പോരാട്ടങ്ങളിലൂടെ മാത്രം തിരിച്ചു പിടിച്ചേ മതിയാവൂ. നമ്മുടെ വീര്യം ചോർത്തിക്കളയാൻ നമുക്ക് പാടില്ല. ആരൊക്കെ കൂടെ ചേർക്കാം എന്ന് നമ്മൾ നോക്കണം. ഇത് ഈ മൈനോറിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇപ്പോൾ പലരും പ്രസംഗിക്കുന്നു പോയി. മൈനോറിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം, പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിലും മൈനോറിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ചില രാഷ്ട്രീയ പാർട്ടികൾ എഴുതി കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവരതാ പൊക്കി കാണിക്കുന്നത്. എന്നാൽ അവർ മ്യാൻമാറിൽ നിന്നൊന്നും മൈനോറിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറഞ്ഞില്ല. ജൈനനായ മന്ത്രി പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലുള്ള ജൈനനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറഞ്ഞു. മ്യാൻമാറിൽ ജൈനനുണ്ട്, അവനെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ട. അവരെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മുസ്ലിമിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും. ശ്രീലങ്കയിലുള്ള തമിഴിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയാണ്, അതിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനുമുണ്ട്. അവനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വന്നാൽ അതിൽ മുസ്ലിമിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും. ഓരോ രാജ്യങ്ങളും നമ്മൾ എടുക്കുമ്പോൾ ഇൻറ്റൻഷനലായിട്ട് ഒരു കമ്മ്യൂണിറ്റിയെ അവഗണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ നിയമമാണിത്. ഈ നിയമത്തിനെ നമ്മൾ ചെറുത്ത് തോൽപ്പിച്ച് നമ്മൾ വഴിയിലിറങ്ങുമ്പോൾ ഇത് ഭരണഘടനയുടെ പ്രശ്നമായിട്ട് നമ്മൾ പറയണം. ഇത് ഭരണഘടനാപരമായ നമ്മുടെ അവകാശമാണ്. നിങ്ങൾക്കറിയാമോ, ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞ സാധനം ഭരണഘടനയിൽ ആഡ് ചെയ്യാൻ 9 ദിവസം ചർച്ച ചെയ്തു. ഈ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് എല്ലാ വ്യക്തികൾക്കുമുള്ള അവകാശമാണ്, ഇന്ത്യൻ സിറ്റിസൺ അല്ല. 9 ദിവസം ചർച്ച ചെയ്ത്, ദിവസങ്ങളോളം ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഈ പ്രൊവിഷനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് അവരെടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ റിസർവേഷൻ്റെ അവകാശങ്ങൾ സിമ്പിൾ അമെൻമെൻറ്റിൽ എടുത്തു കളഞ്ഞില്ലേ? റിസർവേഷൻ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? സോഷ്യൽ ബാക്ക്വേർഡ്നെസ്സിൽ ഉണ്ടാകേണ്ട സാധനമാണ്. സോഷ്യൽ ബാക്ക്വേർഡ്നെസ് എങ്ങനെയാണ് ഉണ്ടായത്? ചാതുർവർണ്ണയത്തിൽ നിന്നുമൊക്കെ ഉണ്ടായതാണ്. അടിയാന് പഠിക്കാൻ പോകാൻ പറ്റില്ല, അവനെ ഈ നേരത്തെ പറഞ്ഞതുപോലെ കുമ്പിളിൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, അവൻ ഇന്ന ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചപ്പോൾ അവൻ ബാക്ക്വേർഡായി. അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് റിസർവേഷൻ കൊണ്ടുവന്നത്. ആ റിസർവേഷനിൽ സവർണനിൽ പണം കുറഞ്ഞ ആൾ കൂടെ കൊടുക്കാൻ തീരുമാനിച്ചു. അവർക്ക് സഹായിക്കണം, പണം കുറഞ്ഞ സവർണനായാലും അവർണനായാലും സഹായിക്കണം. പക്ഷെ അത് റിസർവേഷനിലൂടെയല്ല,
അതിന് വേറെ മാർഗങ്ങളുണ്ട്. നമ്മൾ BPL ലിസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ, പലതരത്തിലുള്ള ലോൺ വേവർ കൊടുക്കുന്നുണ്ടല്ലോ, സാമ്പത്തികമായി പിന്നോക്കം ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് സപ്പോർട്ട്സ് കൊടുക്കുന്നില്ലേ, എന്തെല്ലാം നമ്മൾ കൊടുക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം. പക്ഷേ റിസർവേഷൻ പാടില്ല. അത് നമ്മളറിയാതെ തന്നെ ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 16 ഒക്കെ അമെൻഡ് ചെയ്ത് പോയി. ഇനി ആർട്ടിക്കിൾ 25 വരും, റിലീജിയസ് റൈറ്റ്. നമ്മുടെ പ്രാർത്ഥിക്കാനുള്ള അവകാശം, നമുക്ക് നമ്മുടെ എന്താ പറയുക മതപരമായി ജീവിക്കാനുള്ള അവകാശം, അത് ടച്ച് ചെയ്താൽ അവർക്കൊരു റീസൺ ഉണ്ടാവും. അത് യൂണിഫോം സിവിൽ കോഡായിരിക്കും. നിങ്ങളോട് ചോദിക്കും, തലാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? ബഹുഭാര്യത്തിന് നിങ്ങൾക്ക് അവകാശമുണ്ടോ? അല്ല, തലാക്ക് ചൊല്ലിയില്ല നിങ്ങൾക്ക് മുസ്ലിമായിട്ട് ജീവിച്ചുകൂടെ? ബഹുഭാര്യത്വം ഇല്ലെങ്കിൽ മുസ്ലിമായിട്ട് ജീവിച്ചുകൂടെ? അപ്പോൾ അതൊരു അവകാശമല്ല, അത് നിങ്ങൾക്കൊരു ലിവറേജാണ്. അതങ്ങ് എടുത്തുകളെ. ഓരോന്ന് പറയും, ഓരോന്നിനും അവർക്ക് ന്യായീകരണം ഉണ്ടാവും. ആ ന്യായീകരണത്തോടു കൂടിയുള്ള പുതിയ നിയമം വരും. പുതിയ നിയമം വരുമ്പോൾ ഇത് നടപ്പാക്കും. നമ്മൾ അതിൻ്റെ പുറകെ പോകും. ഇതാണ് നയം. വളരെ വിജിലൻ്റായി ഈ വിഷയത്തെ നമ്മൾ അഭിമുഖീകരിച്ച് മതിയാവൂ. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും അവനുണ്ടാകുന്ന വേദനയിൽ നമ്മൾ എങ്ങനെ പങ്കെടുക്കുന്നോ അതുപോലെ ഈ വിഷയത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് പങ്കെടുത്ത് ഒരു ഫൈറ്റ് നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ ഒരു ആഹ്വാനം. ഞാൻ പറയുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിന് ശേഷമുള്ള ചോദ്യോത്തര സെഷനിലാണ് എന്താ വരുന്നതിൻ്റെ മറുപടി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ അടുത്ത സാദിഖ് അലി സാഹിബിൻ്റെയും ബൽറാം വരുന്നുണ്ടെന്ന് അവരുടെയൊക്കെ സംസാരത്തിന് ശേഷം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മറുപടി നൽകാം.